നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ക്യാപ്റ്റനായ നമ്മുടെ മുഖ്യന്റെ കപ്പൽ മുങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വിഷയങ്ങളായി പൊങ്ങി വന്ന് നമ്മുടെ സർക്കാർ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ചില വർഗീയവാദങ്ങൾ കൊണ്ടാണ് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ ആദ്യമേ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അതും മുഖ്യനായിട്ട് തന്നെ. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയുമായി കൂട്ടുകൂടിയാണ് വോട്ടുകൾ ഇല്ലാതാക്കിയത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇപ്പോൾ ക്രൈസ്തവരും സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനുമായി JB കോശി കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ഇതുവരെ ക്രൈസ്തവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശുപാർശകളിൽ മിക്കതും നടപ്പിലാക്കി എന്നുള്ള അവകാശവാദം പുറത്തെടുക്കുകയാണ് നമ്മുടെ സർക്കാർ. എന്നാൽ ഇതുവരെയായിട്ടും ക്രൈസ്തവർക്ക് വേണ്ടുന്ന സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് സഭാ നേതൃത്വങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഓരോ നാടകങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ ഏതായാലും നഷ്ടമായി. ഉള്ളതും കൂടെ കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ തന്ത്രവും ഇപ്പോൾ പാളിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ അത് 8 മടക്കി സർക്കാരിന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ആദ്യം JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കൂ എന്ന് വളരെ കടുത്ത ഭാഷയിൽ തന്നെ സീറോ മലബാർ സഭ നേതൃത്വം പ്രതികരിച്ചു. കോട്ടയത്ത് നടന്ന സമുദായ ശാക്തീകരണ വർഷാചരണ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന സഭാ നേതൃത്വങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കണം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ ആനുകൂല്യങ്ങൾ ജനസംഖ്യ ആനുപാതികമായി നൽകണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതായത് ഇനി LDF അധികാരത്തിൽ കയറുമെന്ന് ആർക്കും തന്നെ പ്രതീക്ഷയില്ല. അതുകൊണ്ട് UDF ഇതിൽ ഉടൻ നടപടികൾ സ്വീകരിക്കണം. അതായത് ഈ റിപ്പോർട്ടിന് നേരെയുള്ള സമീപനം വ്യക്തമാക്കണമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ഒരു സമുദായത്തിനും ഒരു മതത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചെയ്യില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ UDFിലാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ. ഇവയ്ക്കൊക്കെ പുറമെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക നിയമനത്തിൽ സർക്കാർ അനാവശ്യ ഇടപെടൽ നടത്തുന്നതും ഒഴിവാക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളും ഇടത് സർക്കാരിന് നഷ്ടമാകുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു.